19-ാം ദിവസം കമ്പാഷൻ ഫാറ്റിക്. മറ്റുള്ളവരെ സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്യുന്ന ആളുകൾ അനുഭവിക്കുന്ന ഒരു അവസ്ഥയാണ് കമ്പാഷൻ ഫാറ്റിക് അല്ലെങ്കിൽ കരുണയുടെ തളർച്ച എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ച് ബൈബിളും മനഃശാസ്ത്രവും എന്താണ് പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 35-ാം വാക്യം. അതിരാവിലെ അവൻ ഉണർന്ന് ഒരു വിജന സ്ഥലത്തേക്ക് പോയി അവൻ അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കർത്താവായ യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷാ ജീവിതം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും, അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിച്ച് പരസ്നേഹ പ്രവൃത്തികളിലൂടെ ഗലീലയായിലെ തെരുവോരങ്ങളിൽ ചുറ്റി നടക്കുമ്പോഴും ദൈവവുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധത്തിലൂടെ ഏകാന്തതയിൽ ഊർജം സംഭരിക്കാൻ അവൻ പോവുകയാണ്. തനിക്ക് ചുറ്റുമുള്ള ആവശ്യക്കാരുടെ ബാഹുല്യം കണ്ട് അവൻ തൻ്റെ റീചാർജിങ് സമയം ഒരിക്കലും മാറ്റിവെച്ചിട്ടില്ല. അല്പം മനഃശാസ്ത്രം, ബേൺ ഔട്ട്. മറ്റുള്ളവരെ തുടർച്ചയായി സഹായിക്കുകയും അവരെ കേൾക്കുകയും പരിഗണിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് സംഭവിക്കുന്ന മാനസികവും ശാരീരികവുമായ തളർച്ചയാണ് കമ്പാഷൻ ഫാറ്റിക്. ഈ പറയുന്ന ലക്ഷണങ്ങളിലൂടെ അവ നമുക്ക് കണ്ടെത്താം. ഉറക്കമില്ലാതിരിക്കുക, മറ്റുള്ളവരോട് സഹതാപം തോന്നാതിരിക്കുക, ശാരീരികവും മാനസികവുമായ തളർച്ച അനുഭവപ്പെടുക എന്നിവ ഇതിൻ്റെ ലക്ഷണങ്ങളാണ്. എന്താണ് പരിഹാരം? ബോധപൂർവമായ ഏകാന്തതയും വിശ്രമവും തിരഞ്ഞെടുക്കുക. സെൽഫ് കെയർ എന്നത് അത് സ്വാർത്ഥതയല്ല, മറ്റുള്ളവരെ കൂടുതൽ നന്നായി സഹായിക്കാൻ നമ്മെ പ്രാപ്തമാക്കുന്ന ഒന്നാണ്. വിമാനത്തിൽ യാത്ര ചെയ്യുമ്പോൾ എയർ ഹോസ്റ്റസ്മാർ നൽകുന്ന പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശമുണ്ട്. അടിയന്തര സാഹചര്യങ്ങളിൽ വിമാനത്തിലെ മർദ്ദം കുറഞ്ഞാൽ ഓക്സിജൻ മാസ്കുകൾ താഴോട്ട് വരും. മറ്റുള്ളവരെ സഹായിക്കുന്നതിന് മുൻപ് നിങ്ങൾ നിങ്ങളുടെ സ്വന്തം മാസ്ക് ധരിക്കുക. കാരണമുണ്ട്, നിങ്ങൾ ബോധരഹിതനായാൽ നിങ്ങളുടെ അടുത്തുള്ള കുട്ടികൾക്കോ പ്രായമുള്ള ആളുകൾക്കോ മാസ്ക് ഇട്ടുകൊടുക്കാനോ അവരെ സഹായിക്കാനോ സാധിക്കുകയില്ല. നിങ്ങൾ ശ്വസിച്ചാൽ മാത്രമേ മറ്റൊരാളെ സഹായിക്കാൻ നിങ്ങൾക്ക് ആയുസ്സുണ്ടാകൂ. പ്രായോഗിക ജീവിതത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? മറ്റുള്ളവർക്ക് വേണ്ടി ഒരുപാട് അധ്വാനിക്കുന്ന വ്യക്തിയാണെങ്കിൽ താഴെ പറയുന്ന കാര്യങ്ങൾ ഒന്ന് പരീക്ഷിക്കണം. ഒരു ദിവസം 10 മിനിറ്റെങ്കിലും നിശബ്ദമായി ഫോണെല്ലാം മാറ്റിവെച്ച് നമ്മോടുകൂടെ ആയിരിക്കുക. രണ്ടാമതായി, ശരീരം കാണിച്ചു തരുന്ന ലക്ഷണങ്ങൾ തിരിച്ചറിയുക, ആ ലക്ഷണങ്ങളെ അവഗണിക്കാതിരിക്കുക. മൂന്നാമതായി, സഹായം ചോദിക്കുക എന്നുള്ളതാണ്. എല്ലാ ഭാരങ്ങളും ഒറ്റയ്ക്ക് ചുമക്കാതെ ഉത്തരവാദിത്തങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുക. ഇന്നത്തെ ദിവസം നമുക്ക് ചിന്തിക്കാം, മറ്റുള്ളവർക്ക് വേണ്ടി എരിയുന്ന മെഴുകുതിരിയായി മാറുന്നത് നല്ലതാണ്. എന്നാൽ ആ മെഴുകുതിരി കെടുന്നതിന് മുമ്പ് മറ്റൊരു തിരി തെളിക്കാൻ നമുക്ക് കഴിയണം. യേശുവിനെ പോലെ വിജന സ്ഥലത്തേക്ക് പിന്മാറുന്നത് കൂടുതൽ ഊർജത്തിൽ തിരിച്ചു വരാൻ നമ്മെ സഹായിക്കും. ദൈവം അനുഗ്രഹിക്കട്ടെ.